ഇൻകം ടാക്സിൻ്റെ ഇ ഫയൽ ചെയ്യാൻ വേണ്ടിയുള്ള പോർട്ടലാണിത്. ഇവിടെ നമ്മുടെ യൂസർ നെയിം, പാൻ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. തൊട്ടടുത്ത് വരുന്നിടത്ത് ഈ ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക. ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ സെലക്ട് അസസ്മെൻറ്റ് ഇയർ ചോദിക്കും. അവിടെ നമ്മളുടെ കറണ്ട് അസസ്മെൻറ്റ് ഇയർ ആയ 2025-26 കൊടുക്കുക. സെലക്ട് മോഡ് ഓഫ് ഇ ഫയലിങ്ങിനകത്ത് ഓൺലൈൻ കൊടുക്കുക. കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ അവിടെ റിസ്യൂം ഫയലിംഗ് എന്ന് പറഞ്ഞൊരു ഭാഗം വരും. ഇതല്ല പുത്തനായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് നമ്മൾ സെലക്ട് ചെയ്യുക. തൊട്ടടുത്ത വിൻഡോയിൽ ഇൻഡിവിജ്വൽ എന്നുള്ളത് ടിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഐ നോ വിച്ച് ITR ഫോം ഐ നീഡ് ടു ഫയൽ എന്ന് ഡ്രോപ്പ് ഡൗണിൽ നിന്ന് ITR1 സെലക്ട് ചെയ്യുക. പ്രൊസീഡ് വിത്ത് ITR1 സെലക്ട് ചെയ്യുക. അടുത്ത വരുന്ന പോപ്പ് വിൻഡോ ഓക്കെ കൊടുക്കുക. ദെൻ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2-3 ചെക്ക് ബോക്സിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാനുണ്ടാവും. അതിനകത്ത് ആദ്യത്തെ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുക. ടാക്സബിൾ ഇൻകം ഇസ് മോർ ദാൻ ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. ആ പോപ്പ് വിൻഡോ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു 5 ടാബുകളുണ്ടാകും. ഈ ടാബുകളാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത്. അതിനകത്ത് ഒന്നാമത്തത് പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. ആ പേഴ്സണൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, വീട്ടുപേര്, അച്ഛൻ്റെ പേര്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് അവിടെ വരും. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് എഡിറ്റ് ചെയ്യുക. കോൺടാക്ട് നമ്പർ അവിടെ ഉണ്ടാകും. നേച്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ടിക്ക് ചെയ്യുക. ഇവിടെ ഡീഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റേണ്ടതായിട്ടില്ല. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഈ വർഷം നമ്മൾ ന്യൂ റെഷീമിലാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോ എന്നുള്ളത് ടിക്ക് ചെയ്യുക. അതല്ല നമ്മൾ ഈ വർഷം ഓൾഡ് റെഷീമിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ യെസ് നമ്മൾ ടിക്ക് ചെയ്യുക. ദെൻ ബാങ്ക് ഡീറ്റെയിൽസാണ്. ബാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ ഇൻകം ടാക്സ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടാകും. അതിനകത്ത് റീഫണ്ട് വേണ്ടത് ഏതാണോ, ഏത് ബാങ്ക് അക്കൗണ്ടാണ് എന്നുള്ളത് നമ്മളിവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കണം. നോമിനേറ്റഡ് ഫോർ റീഫണ്ട് അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ലാസ്റ്റ് കൺഫേം ചെയ്യുക. അപ്പോൾ ഈ പേഴ്സണൽ ഇൻഫർമേഷൻ്റെ അവിടെ കൺഫേംഡ് എന്ന് ഒന്നുണ്ടാവും. അതുപോലെ ഈ താഴെയുള്ള ബാക്കി 4 ടാബുകളും നമുക്ക് കൺഫേംഡ് ആക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഗ്രോസ് ടോട്ടൽ ഇൻകമാണ് എടുത്തത്. ആ ഗ്രോസ് ടോട്ടൽ ഇൻകം നോക്കുക. ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ഈ ഫയൽ ചെയ്തപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് സമർപ്പിച്ചപ്പോൾ മാർച്ചിൽ നൽകിയ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും കൂടി ഒന്ന് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റിനകത്ത് നമ്മുടെ ഗ്രോസ് സാലറി എത്രയാണെന്ന് ഉണ്ടായിട്ടുണ്ടാവും. അതും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന സാലറി ആയിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപ വന്നിട്ടുണ്ടാവും. ഇൻകം ചാർജബിൾ അണ്ടർ ഹെഡ് സാലറീസ് വന്നിട്ടുണ്ടാവും. അത് ഒന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യുക. ആ എമൗണ്ട് തന്നെയാണോ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന എമൗണ്ട് എന്ന് നോക്കുക. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതിനകത്ത് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉള്ളവരവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. ദെൻ B3 എന്ന് പറയുന്ന ടാബിൻ്റെ കീഴിൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നൊരു ഭാഗമുണ്ട്. അത് നമ്മുടെ ബാങ്കിൻ്റെ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് അവിടെ വന്നിട്ടുണ്ടാവും. അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരും. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ മാർച്ച് മാസത്തിൽ നമ്മൾ നൽകിയ ഇൻകത്തിനേക്കാൾ സ്വല്പം വ്യത്യസ്തമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും കൂടെ ഇവിടെ കയറി വരുന്നതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. താഴെ വരുന്ന കൺഫേം ടിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ 2 ടാബുകൾ കൺഫേംഡ് ആയി എന്ന് മനസ്സിലാകും. ദെൻ അടുത്ത ടോട്ടൽ ഡിഡക്ഷൻ്റെ ഭാഗമാണ്. ആ ടോട്ടൽ ഡിഡക്ഷനെ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ വർഷം ന്യൂ റെഷീമിലാണെങ്കിൽ ഈ ടോട്ടൽ ഡിഡക്ഷൻ്റെ ഭാഗത്തൊന്നും ഒന്നും തന്നെ നമുക്ക് ചെയ്യേണ്ടതില്ല. അത് കൺഫേം ചെയ്യുക. അപ്പോൾ ടോട്ടൽ ഡിഡക്ഷൻ കൺഫേം 0 എന്നുള്ള രീതിയിൽ അത് കൺഫേംഡ് ആയിട്ടുള്ളത് കാണാം. ദെൻ ടാക്സ് പെയ്ഡ് എന്ന് പറയുന്ന ഭാഗം നോക്കുക. അവിടെ ഷെഡ്യൂൾ TDS1, TDS2, TDS3 എന്ന് പറയുന്ന പല ഹെഡുകളുണ്ടാവും. ആ TDS1-ൽ നമ്മൾ ജോലി ചെയ്തിരുന്ന ഈ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനങ്ങളുടെ പേരുകൾ അവിടെ ഉണ്ടാകും. അവിടെ നിന്നുകൊണ്ട് നമുക്ക് എത്ര രൂപ നമ്മൾ ഇൻകമായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ എത്ര TDS അടച്ചിട്ടുണ്ടെന്നും അവിടെ കാണാവുന്നതാണ്.
മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള TDS മറ്റ് രീതിയിലുള്ള ടാക്സ് നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ അത് തുടർന്നുള്ള ലിങ്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ടോട്ടൽ ടാക്സ് ഇവിടെ ഉണ്ടാകും. അത് നമ്മൾ കൺഫേം ചെയ്യാം. അപ്പോൾ ടാക്സ് പെയ്ഡും കൺഫേംഡായി. ഇനി വെരിഫൈ യുവർ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ലിങ്കാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഒന്നും കൂടെ അവിടെ വരും. അത് നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ കൊടുത്ത ലിസ്റ്റുമായിട്ടൊന്ന് കൺഫേം ചെയ്യുക. ഇവിടെ ബാലൻസ് ടാക്സ് ആഫ്റ്റർ റിലീഫ് എന്ന് പറയുന്ന 50,218 എന്ന് കാണാൻ സാധിക്കും. അത് തന്നെയായിരുന്നോ നമുക്കുണ്ടായിരുന്ന ടാക്സ് എന്ന് നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. നെറ്റ് ടാക്സ് മാർച്ചിലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ലിസ്റ്റ് അനുസരിച്ച് എനിക്ക് 49,558 ഇവിടെ ചെറിയൊരു വ്യത്യാസം ഇവിടെ വന്നിരിക്കുന്നത് ബാങ്ക് ഇൻട്രസ്റ്റും കൂടെ വന്നതിൻ്റെ ഫലമായിട്ടാണ്. അത് കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ 5 ടാബുകളും കൺഫേംഡായി. തൊട്ട് താഴെയുള്ള പ്രൊസീഡ് ഫോർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ നമ്മൾ ഇതുവരെ എൻ്റർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ അവിടെ ഡിസ്പ്ലേ ആകും. തൊട്ട് താഴെ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാവും. അതിന് മുമ്പ് ഒന്നും കൂടെ റീഫണ്ട് വരുന്ന എമൗണ്ട് കൃത്യമാണോ എന്നൊന്നും കൂടി ഒന്ന് നോക്കിയേക്കുക. എന്നിട്ട് പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മുടെ പേരിന് മുന്നോടിയായിട്ടൊരു ചെക്ക് ബോക്സ് ഉണ്ടാവും. ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്ലേസ് എൻ്റർ ചെയ്യാനുണ്ട്. ആ പ്ലേസ് നമ്മുടെ സ്ഥലം എൻ്റർ ചെയ്യുക. ദെൻ പ്രൊസീഡ് ഫോർ വാലിഡേഷൻ കൊടുക്കുക. അപ്പോൾ 2 എറർ ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. നേച്ചർ ഓഫ് എക്സംപ്റ്റ് എലമെൻറ്റ്സ് കേസിൽ 2 എറർ ഇവിടെ വന്നിട്ടുണ്ട്. അത് മാറ്റാൻ വേണ്ടി ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് വരുമ്പോൾ ആ എറർ എന്താണെന്ന് ഇവിടെ റെഡിങ്ങിൽ വന്നിട്ടുണ്ടാകും. അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഈ ഭാഗം അങ്ങ് ഡിലീറ്റ് ചെയ്യുക. ഡെത്ത് കം റിട്ടയർമെൻറ്റ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എക്സെപ്ഷൻ അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. ദെൻ കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ ഡിലീറ്റ് ചെയ്യുക. നേച്ചർ ഓഫ് അലവൻസ് ഡിലീറ്റ് ചെയ്യുക. ദെൻ അഗെയിൻ ലാസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്ത് നമ്മൾ നേരത്തെ വന്ന സെയിം ഭാഗങ്ങൾ കൺഫേം കൊടുക്കുക. പ്രൊസീഡ് ഫോർ വെരിഫിക്കേഷൻ കൊടുക്കുക. ദെൻ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് യുവർ റിട്ടേൺ കൊടുത്തു കഴിയുക. വീണ്ടും ഒരിക്കൽ കൂടി ആ ചെക്ക് ബോക്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ഫോർ വാലിഡേഷൻ കൊടുത്തു കഴിയുമ്പോൾ വാലിഡേഷൻ സക്സസ്ഫുൾ, നോ എറേഴ്സ് വെർ ഫൗണ്ട് എന്ന് കാണിക്കും. താഴെയായിട്ടുള്ള പ്രിവ്യൂവിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ പ്രിവ്യൂ എല്ലാം കൂടി ഡിസ്പ്ലേ ആയി വരും. അവിടെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. പ്രൊസീഡ് ഫോർ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വാലിഡേഷൻ സക്സസ്ഫുൾ, നോ എറേഴ്സ് വെർ ഫൗണ്ട് എന്ന് കാണും. ഇനി അടുത്തതായിട്ട് പ്രൊസീഡ് ഫോർ വെരിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. പ്രൊസീഡ് ഫോർ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കംപ്ലീറ്റ് യുവർ വെരിഫിക്കേഷൻ അവിടെ ഒരു 3 സ്റ്റെപ്പുകൾ കാണും. വെരിഫൈ നൗ, വെരിഫൈ ലേറ്റർ, വെരിഫൈ വയ ITR5. അതിനകത്ത് റെക്കമെൻഡഡ് ആയിട്ടുള്ളത് വെരിഫൈ നൗ ആണ്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ചോദ്യം ചോദിക്കും, ഹൗ ഡു യു വാണ്ട് ടു വെരിഫൈ. അതിനകത്ത് ആദ്യത്തെ കാര്യം ചോദിക്കുക, ഐ വുഡ് ലൈക്ക് ടു വെരിഫൈ യൂസിങ് OTP ഓൺ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് വിത്ത് ആധാർ കൊടുത്തിട്ട് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഐ എഗ്രി കൊടുത്ത് ജനറേറ്റ് ആധാർ OTP കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക്, ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വാലിഡേറ്റ് കൊടുക്കുക. പ്ലീസ് നോട്ട് ദാറ്റ് വൺസ് യു സബ്മിറ്റ് ദ റിട്ടേൺ യു ക്യാൻ നോ ലോങ്ങർ മോഡിഫൈ ദ ഡീറ്റെയിൽസ് എന്നൊരു മെസ്സേജ് വരും. സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന്, നോ എറേഴ്സ് വെർ ഫൗണ്ട്, സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഇവിടെ പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം യു ഹാവ് സക്സസ്ഫുള്ളി ഫയൽഡ് ആൻഡ് വെരിഫൈഡ് യുവർ റിട്ടേൺ. We will notify you in your mobile number and in our mail ID on the processing of your return എന്ന് പറഞ്ഞു വരും. ഇവിടുന്ന് ഡൗൺലോഡ് റെസിപ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം റെസിപ്റ്റ്, അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ ഹോമിലേക്ക് നമുക്ക് പോകാം. ഇതോടുകൂടി നമ്മുടെ ഈ സബ്മിഷൻ പൂർണ്ണമാകും. ഓക്കെ, താങ്ക് യു.